ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം ഞാൻ മസാലയൊക്കെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മീനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനാണ്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് ഈ വലിപ്പത്തിലുള്ള 5 മീൻ വരെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ 30 മിനിറ്റിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ 2 വശം നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്